വാസന്തിയുടെ വീടിനടുത്തുള്ള സ്ത്രീകളുടെ കൂടെ പല പല ജോലികൾക്കൊക്കെ വാസന്തി പോകാൻ തുടങ്ങി. വയലേലകളിലെ ജോലികൾ, അതുപോലെ തന്നെ പുരയിടങ്ങളിലെ ജോലികൾ, അങ്ങനെ പല പല ജോലികൾ. ആ ജോലികളൊന്നും എന്നും കാണുകയൊന്നുമില്ല. ചില ദിവസങ്ങളിലൊക്കെ ജോലി കിട്ടും, എന്നാൽ ചില ദിവസങ്ങളിൽ ജോലിയില്ലാത്ത അവസ്ഥയും വരും. ജോലിയില്ലാത്ത ദിവസങ്ങളിൽ അവൾ അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് കഴിഞ്ഞു പോരുകയായിരുന്നു. വാസന്തി ജോലിക്കിറങ്ങിയതോടെ അവരുടെ പട്ടിണി അല്പം മാറാൻ തുടങ്ങി. അതായത് ദുഃഖത്തിൽ വെച്ചും ഏറ്റവും വലിയ ദുഃഖമാണല്ലോ ദാരിദ്ര്യ ദുഃഖം. രോഗശയ്യയിൽ കിടന്ന് നരകിക്കുന്ന ഒരു രോഗിക്ക് ഭക്ഷണം കൂടിയില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെയാണ് വാസന്തിയുടെ അമ്മയുടെ ജീവിതവും. വാസന്തി തുണികളെല്ലാം കഴുകി അവിടൊക്കെ ഉണക്കാൻ വിരിച്ചിട്ടിട്ട് അവൾ തിരികെ വീട്ടിലേക്ക് നടന്നു. അപ്പോഴാണ് പിറകിൽ നിന്നും ആരോ വിളിക്കുന്നത് പോലെ തോന്നിയത്. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ അടുത്തു നിൽക്കുന്നു അവളോടൊപ്പം പഠിച്ച അവളുടെ കൂട്ടുകാരി മേരി. വാസന്തിക്ക് ഭയങ്കര സന്തോഷമായി. വാസന്തി അവളുടെ വിവരങ്ങളെല്ലാം ചോദിച്ചറിയുകയായിരുന്നു. മേരി ഇന്നൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ് എന്നറിഞ്ഞപ്പോൾ വാസന്തിക്ക് അത്ഭുതമായിരുന്നു. പിന്നീട് മേരിയോട് ഒരുപാട് കാര്യങ്ങളൊന്നും ചോദിക്കാൻ നിൽക്കാതെ വാസന്തി അവിടെ നിന്നും തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. വാസന്തി, ഞാൻ നിന്നെ കാണാനാണ് വന്നത്, മേരി പറയുന്നു. വാസന്തി അല്പം മടിച്ചു നിന്നതിന് ശേഷം തിരിഞ്ഞു നോക്കി. ഞാൻ എൻ്റെ വിവാഹത്തിന് ക്ഷണിക്കാൻ വന്നതാണ് വാസന്തി. ഞാനും നിൻ്റെ വീട്ടിലേക്ക് വരുന്നു. എൻ്റെ വീട് കുറച്ച് ദൂരെയാണ്, ആ മലമുകളിലാണ് എൻ്റെ വീട് എന്ന് പറഞ്ഞുകൊണ്ട് വാസന്തി അങ്ങ് ദൂരേക്ക് ചൂണ്ടിക്കാണിച്ചു. ആ ക്ഷണക്കത്ത് എൻ്റെ കയ്യിൽ തന്നാൽ മതി എന്ന് വാസന്തി പറയുന്നു. പിന്നെ മറുത്തൊന്നും പറയാൻ നിൽക്കാതെ മേരി ക്ഷണക്കത്ത് വാസന്തിയെ ഏൽപ്പിച്ചു. കത്ത് കൊടുക്കുമ്പോൾ മേരി പറയുന്നുണ്ടായിരുന്നു, നീ കല്യാണത്തിന് തീർച്ചയായും വരണം കേട്ടോ, വരാതിരിക്കല്ലേ എന്നൊക്കെ പറയുന്നു. വരാമെന്ന് വാസന്തി സമ്മതിക്കുകയും ചെയ്തു. മേരി വീണ്ടും ചോദിക്കുകയാണ്, വാസന്തി, നിന്റെ കല്യാണക്കാര്യമൊക്കെ ശരിയായോ എന്ന്. ഇല്ലെന്ന് കണ്ണടച്ച് കാണിക്കുക മാത്രമാണ് വാസന്തി ചെയ്തത്. അതോടെ രണ്ടുപേരും രണ്ട് ഭാഗത്തേക്കായി തിരിഞ്ഞു നടന്നു. വാസന്തി വയലേലകളെല്ലാം പിന്നിട്ട് അല്പം നടന്നതിന് ശേഷമാണ് അവളുടെ വീട്ടിൽ എത്തിച്ചേർന്നത്. വാസന്തി വീടിനടുത്ത് ചെന്നപ്പോൾ അവൾ അത്ഭുതപ്പെട്ടുപോയി. മുറ്റത്ത് ബാലേട്ടൻ നിൽക്കുന്നു. വാസന്തിയുടെ ഒരു അകന്ന ബന്ധുവാണ് ബാലേട്ടൻ. പഠിക്കാൻ മിടുക്കനായിരുന്ന ബാലൻ ഡിഗ്രിയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നാട് വിട്ട് ടൗണിലേക്കോ മറ്റോ പോയതാണ് ജോലിക്കായിട്ട്. കുറേ വർഷങ്ങൾ കഴിഞ്ഞാണ് ബാലൻ ഇപ്പോൾ നാട്ടിൽ തിരിച്ചെത്തിയത്. എന്താ ബാലേട്ടാ അവിടെ തന്നെ അങ്ങ് നിന്ന് കളഞ്ഞത്? കയറി വാ. വാസന്തി അകത്തേക്ക് കയറിപ്പോയി. കൂടെ ബാലനും കയറി ചെന്നു. ബാലൻ വാസന്തിയുടെ അമ്മയുടെ അടുത്തേക്കാണ് ചെന്നത്. ആ അമ്മ കിടക്കയെ ഒറ്റ കിടപ്പാണ്. അങ്ങനെ തന്നെ ബാലൻ വാസന്തിയുടെ അമ്മയുടെ കയ്യിൽ പിടിക്കുന്നു. അവരുടെ സുഖവിവരങ്ങൾ ചോദിച്ചറിയുന്നു. പെട്ടെന്ന് ആ അമ്മയുടെ കണ്ണ് നിറയുകയാണ്. അമ്മയുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് വാസന്തിയാണ് ചോദിക്കുന്നത് ബാലനോട്, ബാലേട്ടന് ജോലി വല്ലതും കിട്ടിയോന്ന്? ഇല്ല വാസന്തി, ഒരു ജോലിയും കിട്ടിയില്ല. അതുകൊണ്ടല്ലേ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നത്. വാസന്തിയുടെ അമ്മ ബാലൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ്, ഇനി ഞങ്ങൾക്കൊരു സഹായത്തിന് നീ ഉണ്ടല്ലോ അല്ലേ? അതിനെന്താ അമ്മേ, എന്ത് ആവശ്യം വന്നാലും എന്നോട് പറഞ്ഞാൽ മതി, തൊട്ടടുത്തല്ലേ എൻ്റെ വീട്, ബാലൻ പറയുകയായിരുന്നു. കുറച്ചു നേരം അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം ബാലൻ അവരോട് യാത്ര പറഞ്ഞ് വാസന്തിയുടെ വീട്ടിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് ദൂരേക്ക് നടന്നുപോയി. ദൂരേക്ക് നടന്നു മറയുന്ന ബാലനെ തന്നെ നോക്കിക്കൊണ്ട് വാസന്തി വാതിൽപ്പടിയിൽ ചാരി അങ്ങനെ നിൽക്കുകയായിരുന്നു, എന്തോ ചിന്തിച്ചുകൊണ്ട്. ചിന്തിച്ചത് മറ്റൊന്നുമല്ല, ബാലേട്ടനെ അവൾക്ക് കല്യാണം കഴിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് ചിന്തിച്ചുകൊണ്ട് നിന്നത്. അടുത്ത ദിവസം വാസന്തി നെൽവയലിലോ മറ്റോ ജോലിക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് കുറച്ച് അകലെയുള്ള പഞ്ചമി എന്ന സ്ത്രീയെ കാണുന്നത്. കുറച്ച് നാളുകൾക്ക് മുൻപ് പഞ്ചമിയുടെ കൂടെ കുറേ ജോലികൾക്കൊക്കെ വാസന്തി പോയതാണ്. പുരയിടങ്ങളിലെ മറ്റും ജോലിക്കാണ് പഞ്ചമിയുടെ കൂടെ വാസന്തി ജോലിക്ക് പോയത്. അവരെ കണ്ടപ്പോൾ വാസന്തി വിശേഷങ്ങൾ തിരക്കാൻ തുടങ്ങി. പഞ്ചമി ചേച്ചി എന്താ ഇപ്പം ഞങ്ങളുടെ കൂടെ പണിക്ക് വരാത്തതെന്നായിരുന്നു അവളുടെ പരിഭവം. വാസന്തി, ഞാനിപ്പോൾ വേറെ പണിക്കാണ് പോകുന്നത്, പാറമലയിൽ. പാറയൊക്കെ പൊട്ടിച്ചെടുക്കുന്ന സ്ഥലത്തെ അവിടെ മെറ്റിലടിക്കുന്ന പണിയാ. ഒരുപാട് പണിക്കാരുണ്ട് അവിടെ. എന്നും ജോലിയുണ്ട്, നല്ല ശമ്പളവും കിട്ടും. വാസന്തി, നീ വരുന്നെങ്കിൽ വാ. വാസന്തി ഒന്ന് ചിന്തിച്ച് നിന്നുപോയി. പഞ്ചമി ചേച്ചിയുടെ കൂടെ പണിക്ക് പോയാലോ എന്നാണ് അവൾ ചിന്തിച്ചത്. ഇവിടെയാണെങ്കിൽ എന്നും ഒന്നും പണിയൊന്നുമില്ല, പാറമലയിലാണെങ്കിൽ ജോലി ഉണ്ടല്ലോ, എന്നും ജോലിയുണ്ട്, ശമ്പളവും കിട്ടും എന്നൊക്കെയല്ലേ ചേച്ചി പറയുന്നത്. ചേച്ചി, എനിക്കും അവിടെ പണിക്ക് വരണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ അമ്മയോടൊന്ന് ചോദിക്കട്ടെ.
അമ്മ സമ്മതം പറഞ്ഞാൽ ഞാൻ നാളെ മുതൽ പണിക്ക് വരാം. രാവിലെ ഞാൻ ചേച്ചിയുടെ വീട്ടിലോട്ട് വരാം. അവിടെ നിന്ന് നമുക്ക് ഒരുമിച്ച് പോകാമല്ലോ. വാസന്തി, നീ നാളെ വന്നിട്ടേ ഞാൻ ജോലിക്ക് പോകത്തുള്ളേ. ഞാൻ നോക്കി നിൽക്കുവേ, നീ വരണേ എന്നൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് പഞ്ചമി ധൃതി പിടിച്ച് നടന്നു പോവുകയാണ്. വരും ചേച്ചി, ഉറപ്പായും വരും എന്ന് വാസന്തിയും വിളിച്ചു പറയുന്നുണ്ട്. വാസന്തി അത് കഴിഞ്ഞ് വയലിലെ പണിക്കായിട്ടാണ് അവിടെ നിന്നും പോയത്. വാസന്തി വൈകിട്ട് ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അമ്മ അവളെയും നോക്കിക്കൊണ്ട് കിടക്കുകയായിരുന്നു. വാസന്തിയെ കണ്ടപ്പോൾ അമ്മ ചോദിച്ചു, എന്താ മോളെ ഇത്ര വൈകിയെന്നൊക്കെ. അവൾ പറഞ്ഞു, ഇന്ന് കുറച്ച് വൈകിയാണ് ജോലിയെല്ലാം തീർന്നത്, അതുകൊണ്ടാണ് താമസിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. വാസന്തി വഴിയിൽ വെച്ച് പഞ്ചമിയെ കണ്ട കാര്യം അമ്മയോട് പറയുന്നു. അവിടെ പാറമടയിൽ ജോലിക്ക് ചെല്ലാനൊക്കെ പറഞ്ഞ കാര്യവും പറയുന്നുണ്ട്. അമ്മ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പറയുന്നു, മോളെ നീ എന്നാ പഞ്ചമിയുടെ കൂടെ ജോലിക്ക് പോയിക്കോ. അവിടെ നല്ല പൈസയൊക്കെ കിട്ടുമെന്നല്ലേ പറയുന്നത്. നമുക്കിപ്പം പൈസയ്ക്കാണല്ലോ ആവശ്യം എന്നൊക്കെ അമ്മ വാസന്തിയോട് പറഞ്ഞു കൊടുക്കുന്നു. അടുത്ത ദിവസം വാസന്തി പഞ്ചമിയുടെ കൂടെ പാറമടയിൽ ജോലിക്ക് ചെന്നു. വാസന്തി അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ആ പാറമടയിൽ ഒരുപാട് തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ ഒരുപാട് പേര്. വാസന്തിയുടെ കൂടെ വന്ന പഞ്ചമിയുടെ അടുത്ത് ചെന്നിരുന്ന് അവളും വാസന്തി അടുത്ത ദിവസം പഞ്ചമിയുടെ കൂടെ പാറമടയിൽ ജോലിക്ക് പോയി.